നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് കൊച്ചിയിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. കൊച്ചിയിലോ? ആ, ഞാനിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് സാരമില്ല സർ, പോയിട്ട് വാ. ഔട്ടിംഗ് പിന്നെ ആവാലോ. നമ്മുടെ പ്ലാൻ പൊളിഞ്ഞതിൽ തനിക്ക് വിഷമമില്ലേ? എന്തിന്? നമുക്ക് പ്ലാൻ ചെയ്യാൻ ഒരു ജന്മം മുഴുവനും കിടക്കുകയല്ലേ. ശരി, അപ്പൊ ഞാൻ പോയിട്ട് വരുമ്പോ വിളിക്കാം. ശരി സർ. വളരെ സന്തോഷത്തിലാ സാർ എനിക്ക് എന്റെ വീട്ടിൽ പോകാനുള്ള അനുവാദം തന്നത്. ശിവാനിക്ക് വേണ്ടി പോകുന്നതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എതിർപ്പ്. എന്നിട്ടും എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ തള്ളി പറയുന്നത് പോലല്ലേ ഒന്നും മിണ്ടാതിരുന്നത്. ഗൗതമിന്റെ അനുവാദം വാങ്ങിയിട്ടാ നീ പോയതെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. എന്നിട്ടും വസു ചോദിച്ചപ്പോ അവൻ മറുപടി പറയാതിരുന്നത് ഒട്ടും ശരിയായില്ല. ഞാൻ എവിടേക്കാ പോയതെന്ന് അറിയില്ല എന്ന് ആന്റി പറഞ്ഞപ്പോ പ്രണവ് വരെ പ്രതികരിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും ഞാൻ എവിടേക്ക് പോയിന്ന് അറിയാമെന്നും അവൻ പറഞ്ഞു. പക്ഷെ ഗൗതം സാറിനെ ഒട്ടും സപ്പോർട്ട് ചെയ്തില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നപ്പോ ഞാനും ഗോപിയേട്ടനും ഒരുപാട് സന്തോഷിച്ചതാ. ഈ കുടുംബം ഇനി നേരെയാകൂന്ന് പ്രത്യാശിച്ചു. പക്ഷെ ഇതിപ്പോ ഗൗതം എന്താ ഇങ്ങനെയായി പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് സാറിനെ മനസ്സിലായി അമ്മേ. സാർ ഒരു കാലത്ത് നേരെയാവില്ല എന്നും എനിക്ക് മനസ്സിലായി. അയ്യോ, അങ്ങനെയൊന്നും കരുതല്ലേ മോളെ. വസു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ അവൻ വളരെ നല്ലവനാ. അതെനിക്കും അറിയാം. ഗൗതം സാർ നല്ല മനുഷ്യനാ. പക്ഷെ ആകാശത്തെ ചന്ദ്രനെ പോലെയാ. ദൂരെന്ന് കണ്ടാൽ എന്തൊരു ഭംഗിയാ, അടുത്ത് ചെല്ലുമ്പോഴേ അതിലുള്ള കളങ്കം അറിയൂ. അതുപോലെയാ ഗൗതം സാറിന് വസുന്ധര ആന്റിയോടുള്ള അമിതമായ വിധേയത്വം. എന്നാലും ഇപ്പോഴത്തെ ഈ പ്രശ്നം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന അടുപ്പം ഇല്ലാതാക്കരുത്. നീ ക്ഷമിക്കണം. ഞാൻ അവനോട് സംസാരിച്ച് എല്ലാം ശരിയാക്കാം. സാറിനോട് അമ്മ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ ചെറു നദികളെയും ഏറ്റുവാങ്ങി സമുദ്രത്തിലേക്ക് ഒഴുകുന്ന പുഴ പോലെയാ ഗൗതം സാറിന്റെ മനസ്സ്. സാറിന് അമ്മയുടെയും അങ്കിളിന്റെയും എന്റെയും കൂടപ്പിറപ്പുകളുടെ ഒക്കെ സ്നേഹം വേണം. പക്ഷെ സാറിന്റെ സ്നേഹം വസുന്ധരാന്റി എന്ന സമുദ്രത്തിന് മാത്രം അവകാശപ്പെട്ടതാ. നമ്മൾ വിചാരിച്ചാൽ അതൊന്നും മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നീ എന്തിനാ എന്നോട് എതിർത്ത് സംസാരിച്ചത്? മുതിർന്നവര് സംസാരിക്കുന്നിടത്ത് കുട്ടികൾക്ക് എന്താ കാര്യം? അല്ല, കുട്ടി എന്ന് പറഞ്ഞ് എന്നെ ഒരു കാര്യത്തിലും മാറ്റി നിർത്തണ്ട. എനിക്ക് വയസ്സ് 25 കഴിഞ്ഞു. അല്ല, നിധി ചേച്ചിയുടെ കൂടെ ഞാനാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയത്. നിധി ചേച്ചിയെക്കുറിച്ച് ആന്റിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് എന്റെയും കൂടെ ഉത്തരവാദിത്വം അല്ലേ? നീ അവളുടെ കൂടെ ആ വീട്ടിലേക്ക് പോയതുപോലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത്തരം വീടുകൾ സന്ദർശിക്കാവുന്ന ഒരു സ്റ്റാറ്റസിലാണോ നീ വളർന്നത്? എന്നോട് ചേച്ചിയുടെ കൂടെ പോവാൻ പറഞ്ഞത് അമ്മയാ. അമ്മ പറഞ്ഞ പിന്നെ അനുസരിക്കണ്ടേ? ഓഹോ, അപ്പോ എന്റെ വാക്കിന് നീ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല അല്ലേ? ഉണ്ട്. എല്ലാവരും പറയുന്നത് ഞാൻ അനുസരിക്കുന്നുണ്ട്. മാതാപിതാ ഗുരു ദൈവം. അച്ഛനും അമ്മയും കഴിഞ്ഞ എനിക്ക് വലുത് ഏട്ടനും ആന്റിയുമാണ്. ഓ, അപ്പൊ നിന്റെ ഇഷ്ടക്കാരുടെ ലിസ്റ്റില് ഞാൻ 4ാം സ്ഥാനത്താണല്ലേ? ശരി, ഇങ്ങനെ മുമ്പോട്ട് പോകാനാണ് ഭാവമെങ്കിൽ ഈശ്വരമംഗലത്തിന് പുറത്തുള്ള കമ്പനിയില് നീ ജോലിക്ക് പോകേണ്ടി വരും. അയ്യോ ആന്റി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കൂടുതൽ വിശദീകരിക്കൊന്നും വേണ്ട. നിനക്ക് പോവാം. ആന്റി, നിനക്ക് പോകാം. ആന്റി, പോവാൻ. കട്ടക്കലിപ്പില. ആ, അടുത്തത് നീയാണോ? വാ വാ. നിന്റെ അനിയൻ അവന്റെ ഏട്ടത്തിയുടെ മഹാത്മ്യം വർണ്ണിച്ചിട്ട് പോയതേ ഉള്ളൂ. ഇനി നീ തുടങ്ങിക്കോ നിധി പുരാണം. തുടങ്ങ്. അവള് പൂമുഖവാതിൽക്കലെ പൂന്തിങ്കളാണെന്നും ഭൂമിയേക്കാൾ ക്ഷമയുള്ളവളാണെന്നും കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയുമാണെന്നും ഒക്കെ അങ്ങ് വെച്ച് താങ്ങടാ. പണ്ട് ചേകവന്മാരുടെ വീരകഥകള് പാടാൻ പാണന്മാരുണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈശ്വരമംഗലത്തെ ഉണ്ണിയാർച്ചയുടെ വീരകഥകള് പാടുന്ന വിഡ്ഢികളാ
ഈ കുടുംബത്തിലുള്ള മുഴുവൻ പേരും. നിധിയോടുള്ള അമ്മയുടെ ഈ ആറ്റിറ്റ്യൂഡ് മാറണം. ആരോടും പറയാതെ അല്ല അവള് വീട്ടിൽ പോയത്. അവള് പറഞ്ഞതുപോലെ പറയേണ്ടവരോട് പറഞ്ഞ് അനുവാദം വാങ്ങിയിട്ടാ പോയത്. ഓ, ഏട്ടത്തി ആയിരിക്കും അവൾക്ക് അനുവാദം കൊടുക്കേണ്ട ആള്. അല്ല, പിന്നെ നിധി എന്നോട് അനുവാദം ചോദിച്ചിരുന്നു. പൊക്കോളാൻ ഞാനാ അവളോട് പറഞ്ഞത്. ഓ, ഇത് നീ കള്ളം പറയുന്നതല്ലേ? അവളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കല്ലേ നീ? ഏയ് അല്ലമ്മേ, ഞാൻ കൊച്ചിക്ക് പോകുന്ന വഴി അവളെന്നെ ഫോൺ വിളിച്ചിരുന്നു. ശിവാനിക്ക് വേണ്ടി പോകുന്നതിൽ മാത്രമേ ഞാൻ എതിർപ്പ് പറഞ്ഞുള്ളൂ. മനസ്സില്ലാ മനസ്സോടെയാണ് ഞാൻ അതിനും അനുവാദം നൽകിയത്. ഓഹോ, അപ്പോ ഇന്ന് നിധിയുടെ ഏട്ടത്തിയുടെ മുമ്പില് വിഡ്ഢിയായത് ഞാനാണ്. എന്നോടോ നിന്നോടോ പറയാതെയാണ് അവള് പോയതെന്ന് പറഞ്ഞ് ഞാൻ ബഹളം വെക്കുമ്പോ നിധി മനസ്സില് 1000 വട്ടം എന്നെ പരിഹസിച്ച് ചിരിച്ചു കാണും. ഇല്ലമ്മേ, അവൾക്ക് അങ്ങനെ ഒന്നും തോന്നിക്കാണില്ല. ഒരക്ഷരം നീ മിണ്ടി പോവരുത്. നീ കൂടെ ചേർന്ന് അപ്പ എന്നെ നാണം കെടുത്തിയതല്ലേ? നിധി നിന്റെ അനുവാദം വാങ്ങിയിരുന്നുവെന്ന് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഞാൻ കാണിച്ചതൊക്കെ വെറും ഷോ ആണെന്ന് എല്ലാവരും കരുതി കാണില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മ നാണം കിടണ്ടെന്ന് കരുതിയ ഞാനത് പറയാതിരുന്നത്. ഞാനൊന്നും പറയാത്തോണ്ട് നിധിക്കും വിഷമായി കാണും. മതി ഗൗതം, ഇനി കൂടുതൽ സംസാരിക്കണ്ട. കല്യാണം കഴിഞ്ഞതോടെ നീ ഒരുപാട് മാറിപ്പോയി. ഞാൻ വളർത്തിയ എന്റെ മോനല്ല നീ ഇപ്പോ. അമ്മേ, നിനക്ക് പോവാം. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. ഞാൻ അമ്മയുടെ കൂടെ ഇരിക്കാം. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? പോവാൻ. ഓരോ ദിവസവും ഗൗതം എന്നിൽ നിന്ന് കൂടുതൽ അകന്നുകൊണ്ടിരിക്കുക. ഇതിന് അവസാനം കണ്ടേ പറ്റൂ. കട്ടക്കലിപ്പില്ല. ഈ ദേഷ്യം മാറ്റാൻ എന്തോ ഒരു വഴി. വെളുപ്പാങ്കാലത്ത് കൊച്ചിന്ന് വരുമ്പോഴാ റോഡ് സൈഡിൽ ഇരുന്നൊരു സ്ത്രീ ഈ പൂക്കൊച്ചടം നടത്തുന്നത് കണ്ടത്. മുല്ലപ്പൂ അപ്പോ കൊണ്ടുവന്ന് ഇറക്കിയതേ ഉള്ളൂ. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, ഈ മുല്ലപ്പൂ എന്റെ നിധിയുടെ തലയിലിരിക്കുകയാണെങ്കിൽ എന്ത് നന്നായിരുന്നുവെന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഡ്രൈവറോട് കാർ നിർത്താൻ പറഞ്ഞു, വാങ്ങി. ഏറ്റില്ല. ജനുവരിയുടെ മുടി നിറയെ ജമന്തിപ്പൂക്കൾ, എന്റെ പ്രിയതമയുടെ ചൊടി നിറയെ സുഗന്ധിപ്പൂക്കൾ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ഒടിയിൽ ചൂടാൻ എന്നാണല്ലോ കവി പാടിയത്. അതിന് ഞാൻ ഈ മുല്ലപ്പൂ നിന്റെ മുടിയിൽ ചൂടിക്കട്ടെ? വേണ്ട. അപ്പുറത്തെ വസുന്ധരാന്റെ ഇരിപ്പുണ്ട്, പോയി അവരുടെ തലയിൽ ചൂടിയാ മതി. അമ്മയ്ക്ക് മുല്ലപ്പൂ ഇഷ്ടമല്ലെന്ന് നിധി. എന്നാ പിന്നെ ചെമ്പരത്തിപ്പൂ ചൂടിക്കൊടുക്ക്. അതും അല്ലെങ്കിൽ ആ ചെമ്പരത്തിപ്പൂ സാറെടുത്ത് 2 ചെവിയിലങ്ങ് വെച്ചോ. നീ ഇങ്ങനെ പിണങ്ങാതെ നിധി. ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞ ഒരു ശരീരവും 2 ആത്മാക്കളുവാ. എന്ത് തെറ്റിപ്പോയോ? എങ്കിൽ 2 ശരീരവും ഒരാത്മാവുവാ. സാധാരണ ഭാര്യ ഭർത്താക്കന്മാർക്ക് അതങ്ങനെയാ. പക്ഷെ ഈ വീട്ടില് ആത്മാവും ശരീരവും ഒരു മണ്ണങ്കട്ടയുമില്ല. താൻ എന്നോട് പറഞ്ഞിട്ടാ തന്റെ വീട്ടിൽ പോയെന്ന് ഞാൻ പറയാത്തതിൽ തനിക്ക് വിഷമം കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനത് തുറന്നു പറഞ്ഞ അമ്മയുടെ ഈഗോ ഹേർട്ടാവില്ലേ? അതാ ഞാൻ സൈലന്റ് ആയത്. ഓ, അപ്പൊ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആന്റി എന്നെ അപമാനിച്ചതില് സാറിന് ഒരു വിഷമവും ഇല്ല അല്ലേ? ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പേഴ്സണലായിട്ട് അമ്മയോട് സംസാരിച്ചത്. എന്റെ അനുവാദം വാങ്ങിയ നിധി പോയതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു. വലിയ കാര്യമായിപ്പോയി. ഞാൻ കേൾക്കാനുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ
ഒറ്റയ്ക്ക് പോയി ഈ രഹസ്യം പോലെ പറഞ്ഞു അത്ര. മനുഷ്യരായാലേ പറയുന്നതിനൊക്കെ കുറച്ച് ഉളുപ്പ് വേണം സാറേ. ഞാനിപ്പോ എന്തു വേണം? പ്രായശ്ചിത്തമായി നിന്റെ മുമ്പിൽ ഏത്ത വിടണോ? ഇടാം. എന്റെ മുമ്പിൽ ആരും ഏത്തൊന്നും ഇടണ്ട. ഉം? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം ഈ മുറിക്കുള്ളിലും ഫോണിലും മാത്രം പോരാ. ഒരു പ്രശ്നം വരുമ്പോ കെയർ ചെയ്യുന്ന ആണുങ്ങളെയാ സ്ത്രീകൾക്ക് ഇഷ്ടം. ഞാൻ ഭയങ്കര കെയറിംഗ് നിധി. ആ ചെറുപ്പം മുതലേ കെയറിംഗ് എനിക്കൊരു വീക്ക്നെസ്സാ.